ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളെ ട്രേഡിംഗ് ക്ലാസ് കോഴ്സിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് മാർക്കറ്റ് വർക്ക് ആവുന്നത്, എങ്ങനെയാണ് പ്രൈസിന് മൊമെൻറ്റം, അതായത് പ്രൈസിന് എങ്ങനെയാണ് മൊമെൻറ്റം, അതായത് പ്രൈസ് എങ്ങനെയാണ് പൊങ്ങുന്നത് താഴുന്നത്, ഇതൊക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് തുടങ്ങിയാലോ. ഈ ഹോൾ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ഒരൊറ്റ ആളാണ്. ഓക്കെ. ഈ ഒരൊറ്റ ആൾ വിചാരിച്ചാൽ മാത്രമേ മാർക്കറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതന്നെ ബാങ്കുകൾ. ബാങ്കിങ് സെക്ടേഴ്സ് ആണ് ഈ ഹോൾ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ. നമ്മൾ ഈ സെക്ടേഴ്സ് തിരിച്ചു കഴിഞ്ഞാൽ 3 സെക്ടേഴ്സ് ആണുള്ളത്. ബാങ്കിങ് സിസ്റ്റം ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതേപോലെ തന്നെ റീറ്റെയിൽ ട്രേഡേഴ്സ് ഉണ്ട്. ഈ ബാങ്കിങ് എന്ന് പറയുന്നത് ഈ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ ലൈക്ക് HDFC ബാങ്ക്, അതേപോലെ തന്നെ SBI ബാങ്ക്, അങ്ങനത്തെ ബാങ്കിങ് സിസ്റ്റംസ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ബ്ലാക്ക് റോക്ക്, റിലയൻസ്, അദാനി ഗ്രൂപ്പ്, ഇങ്ങനത്തെയൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരുന്നത്. റീറ്റെയിൽ ട്രേഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ പോലത്തെ സാധാരണ റീറ്റെയിൽസ് ആണ്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ബാങ്കിങ് സിസ്റ്റത്തിനെക്കാട്ടും റീറ്റെയിൽ ട്രേഡേഴ്സ് അല്ലേ കൂടുതൽ? ശരിയാണ്, റീറ്റെയിൽ ട്രേഡേഴ്സ് തന്നെയാണ് ബാങ്കിങ് സിസ്റ്റത്തിനെക്കാട്ടും കൂടുതൽ. ബട്ട് മാർക്കറ്റ് ചലിക്കണം എന്നുണ്ടെങ്കിൽ കോൺട്രാക്ട്സ് വേണം, ഷെയർസ് വേണം. ഈ ഷെയർസ് നമുക്ക് കിട്ടുന്നത് എങ്ങനെയാ? ബ്രോക്കർമാർ മുഖേനയാണ്. ഈ ബ്രോക്കർമാർക്ക് ആരാണ് ഷെയർസ് കൊടുക്കുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഷെയർസ് കൊടുക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആരാ ഷെയർ കൊടുക്കുന്നത്? അത് ബാങ്കിങ് സിസ്റ്റമാണ്. ഈ ബാങ്കിങ് സിസ്റ്റംസ് തീരുമാനിക്കും പ്രൈസ് ഇത്ര നീക്കണം, അത്ര നീക്കണം എന്ന്. അത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ നടപ്പിലാക്കും. അവർ വിചാരിക്കുന്ന പോലെ മാർക്കറ്റ് ചലിക്കുള്ളൂ. ബാങ്കിങ് സിസ്റ്റം ട്രേഡ് എടുക്കുന്നത് മന്ത്ലിയിലും വീക്ക്ലി ബേസിലുമാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ട്രേഡ് എടുക്കുന്നത് ഡേയിലും 4 അവർ ക്യാൻഡിലൊക്കെയാണ്. നമ്മൾ സാധാരണക്കാരെടുക്കുന്നത് 5 മിനിറ്റിലും 15 മിനിറ്റിലും 1 മിനിറ്റിലൊക്കെയാണ്. എന്തുകൊണ്ട് റീറ്റെയിൽ ട്രേഡേഴ്സ് മാർക്കറ്റിൽ ഒരു ബൈ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് വല്ലാതെ ചലിക്കുന്നില്ല? റീസൺ കോൺട്രാക്ട്സ് ആണ്, ഷെയർസ് ആണ്. ബാങ്കിങ് സിസ്റ്റം ഇത്ര ഷെയർസ്, അതായത് ബാങ്കിങ് സിസ്റ്റം ഒരു 1000 ഷെയർ, സ്ക്രീനിൽ നോക്കിക്കോ. ബാങ്കിങ് സിസ്റ്റം ഒരു 1000 ഷെയർസ് ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തു. ഓക്കെ. ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഷെയർസിൽ കുറച്ച് ഷെയർസ് എടുത്തിട്ട് ഒരു 500 ഷെയർസ് എടുത്ത് ബ്രോക്കറിന് കൊടുത്തു. 500 ഷെയർസ്. ഓക്കെ. ഈ 500 ഷെയർസ് ആണ് നമ്മൾ റീറ്റെയിൽസിന് കിട്ടുന്നത്. റീറ്റെയിൽസിൽ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, ബയേഴ്സും സെല്ലേഴ്സും. ഓക്കെ. ഈ ബയേഴ്സും സെല്ലേഴ്സും രണ്ടായിട്ട് തിരിച്ചത് കൊണ്ട് തന്നെ എപ്പോഴും ഈ ബയേഴ്സും സെല്ലേഴ്സും ഈക്വൽ ആയിട്ടാണ് പോവുക. അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റിൽ ഒരു റീറ്റെയിലേഴ്സും ശ്രമിച്ചിട്ടും മാർക്കറ്റ് ഒരേപോലെ ബൈ ആവത്തും സെല്ലാവത്തും ഒരേപോലെ പോവുള്ളൂ. ഇപ്പോൾ ഒരു 250 ആൾ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു 250 ആൾ ബൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരു കാര്യം ഓർമ്മയുണ്ടാവുമല്ലോ, നമ്മൾ ബൈ ചെയ്താലേ സെല്ല് ചെയ്യാൻ അവിടെ ആൾക്കാർ സെല്ല് ചെയ്താലേ നമുക്ക് ബൈ ചെയ്യാൻ ആളുണ്ടാവുള്ളൂ. നമുക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ആരെങ്കിലും സെല്ല് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ സെല്ല് ചെയ്താലേ അവിടെ ബൈ ചെയ്യാൻ ആളുണ്ടാവുള്ളൂ. ഓക്കെ. അതാണ് ഇത്രയാണ് കണക്ക്. ഒരാൾ ബൈ ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് വേറെ ഒരാൾ ബൈ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ. വേറെ ഒരാൾ സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഇത്രയേ ചുരുക്കത്തിലുള്ളൂ. ബട്ട് ബാങ്കിങ് സിസ്റ്റത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാവരും കൂടി ഒന്ന് ചേർന്നിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് ഫില്ല് ചെയ്തിടും. നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അത് നമ്മൾ വഴിയെ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും, എന്താണ് ലിക്വിഡിറ്റി എന്നുള്ളത്. ഓക്കെ. ലിക്വിഡിറ്റി നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് ഫില്ല് ചെയ്തിടും. എന്നിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ജസ്റ്റ് മാനിപ്പുലേറ്റ് ചെയ്യുന്ന പോലെ കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ചാർട്ടിൽ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മൾ ഇന്ന് BTCയിലുള്ള ഒരു ചാർട്ട് നമുക്ക് നോക്കാം. നമ്മളിപ്പോൾ BTCയിലുള്ള ഈ ചാർട്ടിനെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. BTCയിലുള്ള ഈ ചാർട്ടിനെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമുക്ക് ഇവിടെ ഒരു ബോസ് കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർഡേഴ്സ് ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഓർഡേഴ്സ് വന്ന് പെൻഡിങ്ങിലുള്ള ഓർഡേഴ്സ് വന്ന് ഇവിടെ എക്സിക്യൂട്ട് ആയി.
ഓർഡേഴ്സ് ഫില്ലായി, മാർക്കറ്റ് റിയാക്ട് ചെയ്തു, മാർക്കറ്റ് കയറിപ്പോയി. ഇവിടെ വീണ്ടും ബ്രേക്ക് സ്ട്രക്ചർ ഉണ്ടായി. ഇനിയിപ്പോൾ മാർക്കറ്റ് ഇതേ രീതിയിൽ കണ്ടിന്യൂ ചെയ്തിരിക്കും. അത് മാർക്കറ്റിൽ പിന്നെ ബയേഴ്സിൻ്റെ എണ്ണാണോ സെല്ലേഴ്സിൻ്റെ എണ്ണാണോ കൂടുതൽ എന്നുള്ള രീതിയിൽ ഇരിക്കും. ഓക്കെ, സോ മാർക്കറ്റിൽ ചില നേരത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ബൈ ചെയ്യണമെന്നുണ്ടാവും. അപ്പം മാർക്കറ്റിൽ സെല്ലേഴ്സിൻ്റെ എണ്ണാണ് കൂടുതലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സെൽ സൈഡിലേക്ക് പോകും. ബട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെ എൻട്രി എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്ത് ബ്രേക്ക് സ്ട്രക്ചറൊക്കെ തന്ന പോലെ കാണിച്ചിട്ട് മേളിലോട്ട് പോകും. നമ്മൾ വിചാരിക്കും ഡൗൺ ട്രെൻഡ് ആയി എന്നുള്ളത്. അത് തന്നെയാണ് ഇവിടെ എക്സാക്ട്ലി നടന്നത്. ഇത് 50 മിനിറ്റിലാണ് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഇത് സെല്ലായിട്ടുണ്ട്. അതായത് ഇവിടെ ബ്രേക്ക് സ്ട്രക്ചർ ആയി. ഇവിടെ കുറേ പേര് സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ കുറേ പേര് സെല്ല് ചെയ്തിട്ട് കുറേ പേരുടെ TP ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് വെച്ചിട്ടുണ്ടാവും. സോ ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്തു, മാർക്കറ്റ് മേലോട്ട് പോയി, ഇവിടുത്തെ ലിക്വിഡിറ്റി മൊത്തം കവർ ചെയ്തു. ബാങ്കിങ് സെക്ടേഴ്സ് അല്ല, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രോഫിറ്റബിൾ ആയി. ഇത്രയേ ഉള്ളൂ കാര്യം. സോ നമ്മൾ 1 അവറിൽ വന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഒരു വിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കളി. അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം മാനിപ്പുലേറ്റ് ചെയ്യും. നമ്മളെ കയ്യിലുള്ള ക്യാഷ് എത്ര കളയാൻ പറ്റുമോ അത്രയും കളയാൻ നോക്കും. സോ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ബാങ്കിങ് സെക്ടേഴ്സ് വിചാരിച്ചാൽ മാർക്കറ്റിൽ എന്തും സംഭവിക്കും. അവരാണ് മാർക്കറ്റിൽ ഷെയർസ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഷെയർസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കൊടുത്ത്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് ബ്രോക്കറിന് കൊടുത്ത്, അങ്ങനെയൊക്കെയാണ് റീറ്റെയിലായുള്ള നമ്മളെ സാധാരണക്കാർ, ഞാൻ വിളിക്കുന്ന മെട്രിക്സ് എന്ന് വിളിക്കുന്ന നമ്മൾ, ഓക്കെ, മെട്രിക്സ് എന്ന് വിളിക്കുന്ന നമുക്ക് കിട്ടുന്നത് തുച്ഛമായ ഇതാണ്. അതാണ് റീറ്റെയിലേഴ്സ് വിചാരിച്ചിട്ട് മാർക്കറ്റിന് ഒരു മാർക്കറ്റിന് ഒരു മൊമെൻറ്റം ഉണ്ടാക്കാൻ പറ്റാത്തത്. നമ്മളെ റീറ്റെയിലേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നതും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ബാങ്കിങ് സെക്ടേഴ്സ് ആണ്. ബാങ്കിങ് സെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. നമ്മളെ ബാങ്കിങ് സെക്ടേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ സെബി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊന്നും കൺട്രോൾ ചെയ്യില്ല. അവരുടെ സ്റ്റോക്ക് അവർ ഒരു രീതിയിൽ ഇത്ര എക്സ്പയർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് എനിക്കറിയില്ല. ടോട്ടലി മാർക്കറ്റിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഹോൾ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ബാങ്കിങ് സെക്ടേഴ്സ് ആണ്. അതിൻ്റെ കീഴിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അതിൻ്റെ കീഴിൽ റീറ്റെയിലേഴ്സ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഇത്രയാണ്. റീറ്റെയിലേഴ്സിൻ്റെ പൈസയാണ് ബാങ്കിങ് സെക്ടേഴ്സും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും എടുക്കുന്നത്. അവരങ്ങനെയാണ് പ്രോഫിറ്റബിൾ ആവുന്നത്. അവരിപ്പോൾ നമുക്ക് ചില ടൈമിൽ മാർക്കറ്റിംഗ് ഇങ്ങനെ കൺസോൾട്ടേഷൻ കളിച്ച് പോകുന്നത് കാണാം. അവരവിടെ അടിയിലും മുകളിലും ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആ ലിക്വിഡിറ്റി പൂള് ക്രിയേറ്റ് ചെയ്ത് അവർ അടിയിൽ തന്നെ എടുത്തിട്ട് നേരെ മേളിക്കാൻ പോകും. അപ്പോൾ 2 സൈഡിലും കിട്ടി, അവരെന്ത് ചെയ്യും, പ്രോഫിറ്റബിൾ ആയി. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒപ്പം ട്രേഡ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റബിൾ ആവുന്നത്. സോ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് നമ്മൾ നാളെ വരും. സോ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഞാൻ പറയുകയില്ല. നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി. സോ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും സൈനിങ് ഔട്ട്.